ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്സഡ് ഡയറസ്. ഇന്ന് ഫയർ വുമൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫയർ. ക്ലാസ് എ ഫയർ എന്ന് പറഞ്ഞാൽ കത്തിയാൽ ചാരമോ കരിയോ അവശേഷിക്കുന്ന തരത്തിലുള്ള ഖരവസ്തുക്കൾ ഉണ്ടാകുന്ന തീപിടുത്തങ്ങളെയാണ് നമ്മൾ ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. ഉദാഹരണം തടി, പേപ്പർ, തുണി, പ്ലാസ്റ്റിക് എന്നിവയിലെ തീപിടുത്തം. ക്ലാസ് എ തീപിടുത്തത്തെ ജലം ഉപയോഗിച്ച് അല്ലെങ്കിൽ കൂളിംഗ് എഫക്റ്റ് വെച്ച് നമുക്ക് കെടുത്താവുന്നതാണ്. അപ്പോൾ ക്ലാസ് എ ഫയർ എന്ന് വെച്ചാൽ ഖരവസ്തുക്കളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ക്ലാസ് ബി ഫയർ ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ബി ഫയർ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ആൽക്കഹോൾ, പെയിൻറ്റ് എന്നിവയൊക്കെ കത്തുന്നതാണ് ക്ലാസ് ബി ഫയർ. പത, ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവ ഉപയോഗിച്ച് ബി ക്ലാസ് തീപിടുത്തം നമുക്ക് നശിപ്പിക്കാവുന്നതാണ്. അതിന് സ്മൂത്തറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് എ ഫയർ ഖരവസ്തുക്കൾ, ക്ലാസ് ബി എന്ന് പറയുന്നത് ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളുണ്ടാകുന്ന തീപിടുത്തം. ക്ലാസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളുണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് സി ഫയർ. LPG, അസറ്റലിൻ, ഹൈഡ്രജൻ എന്നിവയിലെ തീപിടുത്തം. ഡ്രൈ കെമിക്കൽ പൗഡർ, അലസവാതകങ്ങൾ എന്നിവയാണ് ഇത് അഗ്നിശമനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അപ്പോൾ ജ്വലന സ്വഭാവം ക്ലാസ് സി എന്ന് പറയുന്നത് എന്താണ്? വാതകങ്ങളുണ്ടാകുന്ന തീപിടുത്തം. ക്ലാസ് ഡി ഫയർ എന്ന് പറഞ്ഞാൽ ജ്വലന സാധ്യതയുള്ള ലോഹങ്ങളിലുണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി ഫയർ. സോഡിയം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങളാണ് കത്തുന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന ലോഹങ്ങളിൽ ജലം പതിച്ചാൽ പൊട്ടിത്തെറിക്കും. വൻ അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ കെമിക്കൽ പൗഡർ, CO2 എന്നിവ ഉപയോഗിച്ചാണ് ക്ലാസ് ഡി ഫയർ നമുക്ക് ശമിപ്പിക്കാവുന്നത്. ക്ലാസ് ഇ ഫയർ എന്ന് പറഞ്ഞാൽ അമിതമായ ഊർജ്ജവൽക്കരിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഇ ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എ എന്ന് പറയുന്നത് ഖരവസ്തുക്കളിൽ, ക്ലാസ് ബി ദ്രാവകങ്ങളിൽ, ക്ലാസ് സി എന്ന് പറയുന്നത് വാതക വസ്തുക്കളിൽ, ക്ലാസ് ഡി എന്ന് പറയുന്നത് ലോഹവസ്തുക്കളിലുണ്ടാകുന്ന തീപിടുത്തം, ക്ലാസ് ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുണ്ടാകുന്ന തീപിടുത്തം. അപ്പോൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് താപവും ഊഷ്മാവുമാണ്. താപം ഊർജത്തിൻ്റെ ഒരു രൂപമാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ചലനം മൂലം ലഭിക്കുന്നതാണ് താപം. താപത്തിൻ്റെ യൂണിറ്റുകളാണ് ജൂളും കലോറിയും. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ജൂള്. എല്ലാ ഊർജ്ജ രൂപങ്ങളുടെയും പൊതുവായിട്ടുള്ള യൂണിറ്റാണ് കലോറി. 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 കലോറി. 1 കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.18 ജൂളാണ്, അല്ലെങ്കിൽ 4.2 ജൂൾ എന്ന് പറയാം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? ഊഷ്മാവെന്ന് പറയുന്നത്. വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. അപ്പം ഫയർ വുമൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു ഇന്ധനവും ഓക്സിജനും ചേർന്ന് നടക്കുന്ന താപമോചക രാസപ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? ജ്വലനം. ഇതിൻ്റെ ഫലമായി ചൂടും പ്രകാശവും പുകയും മറ്റു വാതകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇന്ധനങ്ങൾ ഖര, ദ്രാവക, വാതക അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നവയാണ്. ജ്വലനം ഒരിക്കൽ ആരംഭിച്ചാൽ ജ്വലനത്തിന് ആവശ്യമായ 3 ഘടകങ്ങൾ ഒന്നിനെ, അതായത് ഇന്ധനം, ഓക്സിജൻ, ചൂട് നീക്കം ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അവസാനിക്കുന്നത് വരെ ഇത് സ്വയം തുടർന്നുകൊണ്ടേയിരിക്കും. ജ്വലന സ്വഭാവമുള്ള ദ്രാവകമോ വാതകമോ വായുവുമായ ഒരു പ്രത്യേക അനുപാതത്തിലാണെങ്കിൽ മാത്രമേ തീ പിടിക്കുകയുള്ളൂ. ഇത് അറിയപ്പെടുന്നതാണ് ജ്വലന പരിധി. ജ്വലനപരിധിക്ക് മുകളിലോ താഴെയോ ഉള്ള അനുപാതത്തിൽ തീപിടുത്തം ഉണ്ടാകുകയില്ല. അത് ഓർത്ത് വയ്ക്കുക. ജ്വലനപരിധിക്ക് മുകളിലോ താഴെയോ ഉള്ള അനുപാതത്തിൽ തീപിടുത്തം ഉണ്ടാകുകയില്ല. ചില സബ്സ്റ്റൻസിൻ്റെ, ദ്രാവകത്തിൻ്റെ, വാതകത്തിൻ്റെയൊക്കെ ജ്വലനപരിധിയും താഴ്ന്ന പരിധിയും ഉയർന്ന പരിധിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. രാസപ്രവർത്തന വേഗത അനുസരിച്ച് ജ്വലനത്തെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദ്രുതഗതിയിലുള്ള ജ്വലനം. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം താപവും പ്രകാശവും പുറത്തുവിടുന്നു. ഇന്ധനങ്ങൾ കത്തുന്നതാണ് അതിന് ഉദാഹരണം. ഇനി സ്ഫോടനം എന്തെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെയധികം ചൂടും ശബ്ദവും പ്രകാശവും വലിയ മർദ്ദത്തിൽ പുറത്തുവിടുന്നു. ഉദാഹരണം വെടിമരുന്ന്, ഡൈനാമൈറ്റ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ കത്തുന്നത്. മന്ദഗതിയിലുള്ള ജ്വലനം എന്ന് വെച്ചാൽ ഇതിൽ വളരെ കുറഞ്ഞ അളവിലുള്ള താപവും പ്രകാശവുമാണ് പുറത്തുവിടുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് ഒരു ഉദാഹരണം. ഇനി ഈ 2 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ദേശീയ അഗ്നിസേനാ ശമന ദിനം എന്നാണ് ഏപ്രിൽ 14, അഗ്നിശമന പതാക ദിനം എന്ന് പറഞ്ഞ് മാർച്ച് 8.
നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജ്വലന ത്രികോണം. ജ്വലനം നടക്കുന്നതിന് താപം, ഓക്സിജൻ, ഇന്ധനം എന്നീ 3 ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഈ 3 ഘടകങ്ങളെ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ജ്വലന ത്രികോണം അല്ലെങ്കിൽ ഫയർ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു വശം ഇല്ലെങ്കിൽ ത്രികോണം ഇല്ലാത്തതുപോലെ ഇവ 3-1 അഭാവം മൂലം ജ്വലനം സാധ്യമല്ല. ജ്വലനത്തിൻ്റെ ഘടകങ്ങളായ ഇന്ധനം, താപം, ഓക്സിജൻ എന്നിവ ആവശ്യമായ അളവിലുണ്ടെങ്കിലും പര്യാപ്തമായ അളവിലുള്ള താപം ലഭിക്കുമ്പോഴേ മാത്രമേ ജ്വലനം ആരംഭിക്കുകയുള്ളൂ. അപ്പം ഇത് ജ്വലന ട്രയാങ്കിൾ, അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ജ്വലന ത്രികോണം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെ ചേർന്നതാണ്? താപം, ഓക്സിജൻ, ഇന്ധനം. ഓക്കെ, താങ്ക് യു.